ബസ്സിൽ കയറുമ്പോൾ പണ്ട് പേടിക്കേണ്ടിയിരുന്നത് പോക്കറ്റ് അടിക്കാരെ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ റീൽസ് ഉണ്ടാക്കുക വൈറലാവാൻ നടക്കുന്ന റീച്ച് മോഹികളെ പേടിക്കേണ്ട അവസ്ഥയിലാണ് ബസ്സിൽ കയറുന്ന പുരുഷന്മാർ. അപ്പോൾ ഡിജിറ്റൽ കെണിയിലകപ്പെട്ട് വൈറലാകാതെ വീട്ടിലെത്താൻ, സുരക്ഷിതമായി തിരികെ വീട്ടിലെത്താൻ സഹായിക്കുന്ന ബസ് സർവൈവൽ യോഗാസന മുറകളാണ് ഇന്നത്തെ നോൺസെൻസ്. റീൽസ് ഭയമുക്തി യോഗാസനങ്ങൾ. ബന്ധന ഹസ്താസനം, ദ ബൗണ്ട് ഹാൻഡ്സ് പോസ്. ബസ്സിൽ കയറുന്നത് മുതൽ തിരികെ ഇറങ്ങുന്നത് വരെ ഈ ആസനം നമ്മൾ തുടരേണ്ടതാണ്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ രണ്ട് കൈകളും പരമാവധി തോളിൽ ചേർത്ത് വെച്ച് അനക്കാതെ പിടിക്കുക. നമ്മുടെ വിരലുകൾ ഈ മുകളിലെ തോളിൽ പതിഞ്ഞ് ഇരിക്കണം. അതായത് ക്രോസ് ആംസ് ടൈറ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പരമാവധി ഇങ്ങനെ പിടിച്ചു നിന്നാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ വേറെ എവിടെയും തൊടില്ല എന്ന് ഉറപ്പാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യാം അയാളുടെ കൈക്ക് എന്തോ പറ്റി, അതുകൊണ്ട് അയാൾ മറ്റൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പാക്കാം. ഇനി ബസ്സിന്റെ കമ്പിയിൽ പിടിക്കേണ്ടി വരുന്നു എന്ന് കണ്ടാൽ ഈ ആസനത്തിന്റെ പോസ് ഒന്ന് മാറ്റണം. ആരെങ്കിലും നമ്മളെ തോക്ക് ചൂണ്ടി കഴിയുമ്പോൾ നമ്മൾ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന പോലെ രണ്ട് കൈയും പരമാവധി മുകളിലേക്ക് ഉയർത്തി കമ്പിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ ആസനം. ഊർധ്വ ദൃഷ്ടിയാസനം, ദ അപ്വേർഡ് ഗേസിംഗ് പോസ്. നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തല 90 ഡിഗ്രി ചരിച്ച് പരമാവധി മുകളിലേക്ക്, അതായത് ബസ്സിന്റെ കമ്പിയിൽ മാത്രം ദൃഷ്ടി കേന്ദ്രീകരിക്കുക. അതായത് നമ്മുടെ കണ്ണുകളുടെ ദൃഷ്ടി കേന്ദ്രീകരിക്കേണ്ട ഒരു പ്രത്യേകതരം ആസനമാണിത്. അത് പരമാവധി ബസ്സിന്റെ കമ്പിയിൽ തന്നെ കേന്ദ്രീകരിച്ച് നിർത്തുക. ദ ബോഡി ക്യാമറ വെയർ പോസ്. ഒരു ശരീരത്തിൽ ഒരു ക്യാമറ നമ്മൾ ബസ്സിൽ കയറിയ ഉടൻ തന്നെ ഓൺ ചെയ്തിടുക. 24 hours റെക്കോർഡിംഗ്, ലൈവ് റെക്കോർഡിംഗ് ആയിട്ട് ഓൺ ചെയ്തിടുക. അതുകൊണ്ടുള്ള രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് ആത്മവിശ്വാസം കുറച്ചുകൂടെ കൂടും. മറ്റൊന്ന്, ഈ റീൽസ് എടുക്കുന്ന ഈ മോഹികളുണ്ടല്ലോ, റീൽസ് പിടുത്തക്കാരികൾ, ഇവർക്ക് ഒരു ഇത്തിരി ഭയം ഈ പറയുന്ന ആസനം ചെയ്തുകൊണ്ട് നിൽക്കുന്നവരോട് ഉണ്ടാവും. അത് ഗുണം ചെയ്യും. സോഷ്യൽ ഡിസ്റ്റൻസ് ആസനം. ഇത് കോവിഡ് കാലത്ത് നമ്മളൊക്കെ ചെയ്ത് പരിശീലിച്ചതാണ്. നല്ല തിരക്കുള്ള ബസ്സാണെങ്കിൽ പോലും ചുറ്റും ഒരു കവചമുണ്ട് എന്ന് നമ്മൾ സ്വയം സങ്കല്പിക്കുക. ആരെങ്കിലും അടുത്ത് വന്നാൽ ഒരു കൊറോണ ഉള്ളതുപോലെ നന്നായി ചുമയ്ക്കുക. സത്യത്തിൽ വൈറലാകുന്നതിനേക്കാൾ നല്ലത് വൈറസ് ഉണ്ടെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ 100% സാധ്യതകൾ ഇതിനൊന്നും വിജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പുരുഷന്മാർ ഈ ഡിജിറ്റൽ കാലത്ത് ബസ്സിൽ കയറാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് നടരാജാസനമാണ്, ആരോഗ്യത്തിനും വൈറലാവാതിരിക്കാനും.